എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലി പാർട്ടിയിൽ വിവാദങ്ങൾ പുകയുമ്പോഴും അതൊന്നും കാര്യമാക്കാതെ പ്രചാരണ രംഗത്ത് സജീവമാകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നും പ്രചാരണ രംഗത്ത് പാലക്കാട് തുടരുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, പ്രചാരണ രംഗത്ത് സജീവമാക്കണം, പാർട്ടി വിലക്കേർപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തള്ളിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് പ്രചരണത്തിൽ തന്നെ തുടരാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം. ഇന്നലെ വൈകിട്ടാണ് ഈ വിവാദങ്ങൾക്ക് ശേഷം ശേഖരിപുരത്തെ സ്ഥാനാർത്ഥിക്കായി ഈ രാഹുൽ പ്രചരണത്തിന് എത്തിയത്. ഈ സമയത്ത് രാഹുൽ പറഞ്ഞത് തന്നോട് ആരും പ്രചരണത്തിന് ഇറങ്ങേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രചരണത്തിന് ഇറങ്ങാനും ഒരു നേതാക്കളും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും രാഹുൽ പറയുന്നുണ്ട്. പക്ഷേ തന്നെ വിജയിപ്പിച്ച പാലക്കാട്ടെ മറ്റു പ്രവർത്തകർക്ക് വേണ്ടിയാണ് താനിപ്പോൾ ഇങ്ങനെ പ്രചരണവുമായി എത്തുന്നത്. ഇത് ഡിസംബർ 11 വരെ തുടരും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഇനി നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇവിടെ താൻ ഒരു സാധാരണ പ്രവർത്തകനെ പോലെയാണ് എത്തുന്നത് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം കേസുണ്ടെങ്കിൽ അതിൽ പറഞ്ഞോളാം എന്നുള്ളതാണ് രാഹുലിന്റെ നിലപാട്. ഏതായാലും ഇന്നും പ്രചരണം തുടരാൻ തന്നെയാണ് തീരുമാനം. രാവിലെ മുതൽ തന്നെ പല സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കാനാണ് എത്തുന്നത്. ശരി, നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.